നമസ്കാരം. ദർശന ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വിരുന്നിന് ടീമുള്ളത് UAE ഉമ്മൽ ഖോയിലാണ്. ഇന്ന് നമ്മുടെ എപ്പിസോഡിൻ്റെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് 40 വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിലെ പെരിഞ്ഞണം എന്ന സ്ഥലത്തു നിന്നും UAE എത്തിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ ഹംസ ബക്കർ. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ച് വളരെ വർഷക്കാലമായി അൽസദഫ് റെസ്റ്റോറൻറ്റ് ആൻഡ് കഫ്റ്റീരിയ എന്ന വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് രൂപം കൊടുക്കുകയുണ്ടായി. ഉമ്മൽക്കയിൽ മാത്രമല്ല, UAE എല്ലാ എമിറേറ്റിൽ നിന്നും ഒരു പ്രത്യേകതരം സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മൽക്കയിലേക്ക് ആളുകൾ തേടിയെത്തുന്നത് അൽസദഫ് റെസ്റ്റോറൻറ്റിലേക്കാണ്. വളരെ രുചിയുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഹംസ ബക്കറിൻ്റേത്. ഇന്നത്തെ വിരുന്നിൽ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയാണ് സാർ ആദ്യത്തെ ഒരു ഓർമ്മകൾ? 40 വർഷക്കാലമായി, 40 വർഷത്തിന് മുമ്പാണ് താങ്കൾ ഇവിടേക്ക് എത്തിയത്. താങ്കളുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പ സമയത്ത് തന്നെ ഒരുപക്ഷെ താങ്കൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ആദ്യ യാത്രയെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ കപ്പലിലാണ് വന്നത്. 1977 ജൂൺ 21 തീയതി ഇവിടെ വന്നിറങ്ങി. 17 തീയതി പോകുന്ന അവിടെ നിന്ന് 21 തീയതി ഇവിടെ ഇറങ്ങി കപ്പലിൽ. കപ്പലിൽ 5 ദിവസം യാത്ര. അത് കഴിഞ്ഞ് ബോംബെന്ന്. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു ഇവിടെ. അന്ന് ഈ കപ്പൽ വരിക എന്ന് പറയുമ്പോൾ അത് ഈ വിസ അടിച്ചിട്ട് തന്നെയാണോ? വിസ എടുത്തിട്ട് വന്നത്. ഇവിടെ വന്നിട്ട് വിസ ആയിട്ട് തന്നെ വന്നത് ഞാൻ. വന്നത് അന്ന് എനിക്ക് വരുമ്പോൾ 18 വയസ്സ് തയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ജോലി എങ്ങനെയാണ്? ആദ്യത്തെ യാത്രകൾ, അന്നത്തെ വികസനം ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ വികസനം ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വരുമ്പോഴൊക്കെ ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവായിരുന്നു. റോഡുകളും എന്നിട്ട് വളരെ ഉമ്മൽക്കോയിൻ്റെ ഒരേ രൂപത്തിലായിരുന്നു അജ്മാലൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ അജ്മാലിലായിരുന്നു ആദ്യം. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു അവിടെ അജ്മാലിലൊക്കെ. അന്ന് വന്ന ആദ്യത്തെ ജോലി ഏതായിരുന്നു? ആദ്യം ജോലി ചെയ്തത് ഒരു മലയാളി ഹോട്ടലിലാണ് ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്ത് 1 മാസം. പിന്നെ പെയിൻറ്റിങ് ജോലിക്ക് പോയി കുറച്ച് നാൾ. അത് കഴിഞ്ഞ് ഒരു ലെബനീസിൻ്റെ ഹോട്ടലിൽ ഷാർജയിൽ ജോലി ചെയ്ത് ഞാൻ ഒരു 13 വർഷത്തോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മൽക്കോയിലേക്ക് പോകുന്നത്. വലിയ സന്തോഷം എന്ന് പറയുന്നത് UAE എല്ലാ എമിറേറ്റിൽ നിന്നും, ഇപ്പം ഉമ്മൽക്കോയിൽ നിന്നും വളരെ ദൂരത്തുള്ള അബുദാബി ആയാലും അലൈൻ ആയാലും ദുബൈ, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ, എല്ലാ എമിറേറ്റുകളിൽ നിന്നും ഒരു സമൂസ തിരക്കി ആൾക്കാർ, അറബ്സ് പ്രത്യേകിച്ച് ഉമ്മൽക്കോയിലേക്ക് എത്തുക, അൽസദഫ് കഫ്റ്റീരിയയിലേക്ക് എത്തുക, റെസ്റ്റോറൻറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ വിജയമാണ് താങ്കളുടേത്. അതിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിജയത്തിലേക്ക് എത്തിയതെന്ന് പറയാമോ? അത് എന്ന് വെച്ചാൽ ഞങ്ങൾ തുടക്കം മുതലേ കുറച്ച് വറുത്ത് കൊടുത്തിരുന്നതാണ്. ഞങ്ങൾ ചെറുതായിട്ട് കൊടുത്തു. പിന്നെ ഇങ്ങനെ അറബികൾ വന്നു, അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു. അങ്ങനെ ഒരു 27 വർഷം കൊണ്ട്, അത് കൂടുതൽ ഞങ്ങൾക്കൊരു 10 വർഷമായിട്ടുള്ളൂ ഇത്രയും ഒരു തിരക്കുള്ളൊരു ബിസിനസ്സായിട്ട്. അതിന് മുമ്പ് കുറേശ്ശെ ഇങ്ങനെ ചെറിയ നിലക്ക് ഇങ്ങനെ വന്ന് പിന്നെ എല്ലാവരും അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് ഇവിടുന്ന് പല സ്ഥലത്തേക്കും, UAE മാത്രമല്ല, ഖത്തറിലേക്ക് പോകണവർ അവിടെ കൊണ്ടുപോകും, സൗദിയിലേക്ക് പോകണവർ കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ സദഫിൻ്റെ സമൂസയുടെ ടേസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. UAE എല്ലാ വലിയ വലിയ സ്ഥാപനങ്ങളിലെ ഓഫീസേഴ്സിനൊക്കെ അറിയാം. എല്ലാവർക്കും അറിയും, സദഫ് അറിയും. ഇപ്പോൾ അൽസദഫ് കഫ്റ്റീരിയ റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ബ്രാഞ്ചസുകളെ കുറിച്ചൊന്ന് പറയാം. ഞങ്ങളതിൽ ഇപ്പോൾ 4 ഷോപ്പുണ്ട്. ഉമ്മൽക്കോയിൽ 3 ഷോപ്പ്, ഒരു ഷോപ്പ് അജ്മാലിലുണ്ട്. പിന്നെ ഞങ്ങളെ ഉമ്മൽക്കോയിൽ ഓൾഡ് ബസാറിൽ ഒരു ഷോപ്പ്, ഒറ്റ ഷോപ്പുള്ളൂ. അത് എന്ന് വെച്ചാൽ പിന്നെ വേറെ മറ്റു പലരും പല പേരുകളാക്കിയിട്ട് ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് അനുകരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും നടക്കുന്നില്ല. നമ്മളെ അടുത്ത് വരുന്ന കസ്റ്റമറൊക്കെ ഞങ്ങളെ രുചി കണ്ടതിനെ വാങ്ങിക്കുന്നു. അറബികളായാലും ചിലർ അതേ പേര് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ടേസ്റ്റ് നമ്മൾ നിലനിർത്തുക. അതിനിപ്പോൾ എത്രത്തോളം സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഞങ്ങളിതിൽ ഇപ്പോൾ 27 പേരുണ്ട് ജോലിക്ക്. 27 പേര് സാറിൻ്റെ കമ്പനിയിൽ. ചിലപ്പോൾ 40 വർഷത്തോളമായി താങ്കൾ UAE കാലുകുത്തിയിട്ട്. അതിനുമപ്പുറത്തേക്ക് ഈ അൽസദഫ് കഫ്റ്റീരിയ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഒരുപാട് വിജയങ്ങളുണ്ടായിട്ടുണ്ട്.
താങ്കൾ ഇതിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒന്ന് ഇത് തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ടുള്ള ജീവിതത്തെ നോക്കുകയാണെങ്കിൽ മനസ്സിന് സന്തോഷം നൽകിയിട്ടുള്ള മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് വരുന്ന കസ്റ്റമർ ഇന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് പിന്നെ വരുമ്പോൾ അവരെ കൂടെ വേറൊരു കസ്റ്റമർ കൂടുതൽ വരും. അങ്ങനെ ഒരേ ദിവസം തോറും ഞങ്ങൾക്ക് കസ്റ്റമർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരേ വർഷവും ഒരു അരഭാഗം കൂടുതലായിട്ട് ഞങ്ങൾക്ക് ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതലുള്ള ഏതെങ്കിലും ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് നമ്മളിപ്പോഴും എല്ലാവരും വരുന്നുണ്ട്. ആദ്യം മുതൽ വരുന്ന അവരെ മക്കൾ വരുന്നു, എല്ലാവരും അങ്ങനെ കൂടി വരുന്നത്. ഇപ്പോൾ താങ്കളുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയിൽ, അൽ സദഫ് കഫ്റ്റീരിയ ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ വളർച്ചയിൽ താങ്കൾ മുറുകെ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മൂല്യങ്ങളും പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ? ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ എന്നും ഒരേ രീതിയിലുള്ള ഒരു വെറൈറ്റിയാണ് കൊടുക്കുന്നത്. ഒരു ദിവസം വരുത്തില്ല, അതിലൊരു കൃത്രിമില്ല. അതാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് ഒരു പ്രാവശ്യം വാങ്ങുന്നവർ വീണ്ടും ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 40 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് താങ്കൾക്കുണ്ട് ഈ UAE-ൽ. അപ്പോൾ പുതിയ തലമുറയ്ക്ക് വരാനുള്ളവർക്ക് കൊടുക്കാവുന്നൊരു നിർദ്ദേശം എന്തായിരിക്കും? എന്നുവെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ടൊരു ജോലി ചെയ്യാൻ താല്പര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ഓരോരുത്തരെ തൊഴിൽ പഠിച്ചതനുസരിച്ച് അവർക്ക് ജോലി കിട്ടും. കിട്ടും. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിരിക്കണം. അത് ഒരാളെ പറ്റിക്കാനോ മറ്റുള്ളതിനോ പോകാൻ പാടില്ല. അവനെ സംബന്ധിച്ചോളം ഞാൻ 40 കൊല്ലമായിട്ട് ഇന്ന് വരെയും ഒരു ഇതിലും നിന്നിട്ടില്ല, ബുദ്ധിമുട്ട് നിന്നിട്ടില്ല. സാർ, ഇനി താങ്കളുടെ കുടുംബവിശേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിൽ ആരൊക്കെയാണുള്ളത്? ഇവിടെ താങ്കളോടൊപ്പം ആരൊക്കെയുണ്ടെന്ന് പറയാം. നാട്ടിൽ കുടുംബം എന്ന് പറഞ്ഞാൽ വാപ്പയുണ്ട്, ഉമ്മ മരണപ്പെട്ടു. പിന്നെ ഞങ്ങൾ 10 മക്കൾ. അതിൽ ഞങ്ങൾ 6 ആൺകുട്ടികൾ, 4 പെൺകുട്ടികൾ. പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു. 6 ആൺകുട്ടികളിൽ മൂത്ത ജ്യേഷ്ഠൻ കുവൈത്തിലാണ്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു ബഷീർ. ഉപ്പാടെ ഒരു ബക്കർ. ഉമ്മയുടെ ഒരു ബി കുഞ്ഞിനായിരുന്നു, മരണപ്പെട്ടു. മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുവൈത്തിലാണ് ആള്. രണ്ടാമത്തെ പിന്നെ എനിക്ക് ഇളയവരാണുള്ളത്. എനിക്ക് ഇളയ റഹീം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആള് നാട്ടിലാണ്. പിന്നെ അതിന് ഇളയാള് ഉണ്ട് മനാഫ്, പുള്ളി ഇവിടെ അജ്മാലിൽ ഉണ്ട്, ലേബർ സപ്ലൈ ഒക്കെ ആയിട്ട് നടക്കുന്നു. അതിനുള്ള ആൾ ഇവിടെ ഉമ്മൽക്കോലിലും അജ്മാലിലുണ്ട് പാട്ടായിട്ട് ഒരു എല്ലാവരും ഉണ്ട്. ഇവിടെ ഇപ്പോൾ താങ്കളുടെ മറ്റ് കുടുംബാംഗങ്ങൾ, വൈഫ്? എൻ്റെ ഭാര്യ അലീമ, കൊച്ചലീമ. പിന്നെ മകള് ഒരു മോനും ഒരു മോളാണ്. മോളെ പേര് അൻസിയ, മകൻ്റെ പേര് അജ്മൽ. ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ താങ്കൾ 40 വർഷങ്ങൾക്ക് വന്നതാണെങ്കിൽ കൂടി ഇപ്പോൾ ഒരു വലിയ വിജയത്തിലാണ് താങ്കൾ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പല മേഖലകളിൽ അറബ്സ് അടക്കമുള്ളവർ ഈ അൽ സദഫിലെ ഈ ഒറിജിനൽ അൽ സദഫിലെ ഇത് തേടി, സമൂസ തേടി എത്താറുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മലയാളി ഇത്രമാത്രം ഉയരങ്ങളിലെത്തിയതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഈ ഒരു ജീവിത വിജയത്തിൽ താങ്കൾ ആരോടൊക്കെയാണ് നന്ദി ഓർക്കുന്നത്, കടപ്പെട്ടിരിക്കുന്നത്? ആദ്യം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും. എന്നാലും ഞങ്ങൾ ഉമ്മൽക്കോയിലിൽ വന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒരാൾ ജോലി ചെയ്തിരുന്നു, അബൂബക്കർ എന്നാണ് പേര്, മലപ്പുറത്തുള്ള. അയാൾ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ കൂടെ ഉണ്ട്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം ഇന്നും ഉണ്ട്, ഞങ്ങളെ സ്ഥാപനത്തിലുണ്ട്. ഇപ്പൊ അജ്മാലിലാണ്, ആൾ ഇവിടെ ഇല്ല. പിന്നെ സ്റ്റാഫുകളെല്ലാം എങ്ങനെയാണ് നമ്മുടെ ഒരു സപ്പോർട്ട്? അവർ കുഴപ്പം, എല്ലാവരും നല്ല സന്തോഷം, എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ ഒരറിവിലേക്ക് അൽ സദഫ് കഫ്റ്റീരിയ എന്ന് പറയുന്ന ബ്രാൻഡായിട്ടുള്ള സ്ഥാപനം ഇപ്പോൾ ബസാറിലാണ് അല്ലേ? ബസാറിലാണ് ഇപ്പോഴും ഉണ്ട്. അവിടെ ഒരു സ്ഥാപനം മാത്രമേ ബ്രാൻഡായിട്ട്, ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ ബ്രാൻഡായിട്ട്. തൊട്ടടുത്ത് വരുന്നത് ഞങ്ങളതല്ല, ഒരു സ്ഥാപനം മാത്രമേ നമ്മുടെ ഉള്ളൂ. പിന്നെ മറ്റു മേഖലകളിൽ ഒരുപാട് ബ്രാഞ്ചസ്, നമുക്കിപ്പം 4ഓളം ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒറിജിനലായിട്ടുള്ള ഇത് തേടിയെത്തുന്നവർ തീർച്ചയായിട്ടും അൽ സദഫിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുക. അതിൻ്റെ ഫുൾ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് സഹിതം നമ്മുടെ ചാനലിൽ കൂടെ പോകുന്നുണ്ട്. എല്ലാവരും അതിലേക്ക് എത്തുക. സാർ, എന്തായാലും ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിൽ അൽ സദഫിൻ്റെ എല്ലാ ടീമിനോട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ താങ്കളോട് വളരെയധികം വലിയ സന്തോഷവും നന്ദി അറിയിപ്പിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് അൽ സദഫ് കഫ്റ്റീരിയ എത്തട്ടെ. അതുപോലെ തന്നെ ഈ ടേസ്റ്റ്, അൽ സദഫിൻ്റെ ബ്രാൻഡായിട്ടുള്ള ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഇതിൻ്റെ നമ്പർ പോകുന്നുണ്ട്, അതിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ ദിനംപ്രതി അറബ്സും അതുപോലെ തന്നെ മലയാളികളും ഒഴുകിയെത്തുന്ന, അതും ഒരു സമൂസയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം ഓർക്കുക. എന്തായാലും ഇനിയും ഈ സമൂസ ലോകം മുഴുവൻ എത്തട്ടെ ബ്രാൻഡായിട്ട്. ഹംസ സാറിന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും. താങ്ക് യു വെരി മച്ച്.